ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നല്ലൊരു ടേസ്റ്റിയായ ചിക്കൻ 65 നല്ല ടേസ്റ്റ് ಅವ್ರು കാണുകയും നല്ല ചന്ത കാണും. ഇപ്പോൾ ഞങ്ങൾ ഗസ്റ്റെല്ലാം വരുമ്പോൾ ടേബിളിലെല്ലാം ഇങ്ങനെ ആക്കി വെച്ച് നോക്കുകയും ചന്ത അതേപോലെ തിന്നുകയും നല്ല ടേസ്റ്റ് ഉണ്ട്. ಇದರ ಕೋಳಿ ಎಲ್ಲ നല്ല ಟೇಸ್ಟ್ ತಿನ್ನೋದು. ಇದು ಎಂದಾಗಿ ನೀವು ಅವ್ರಿಗೆ ಟ್ರೈ ಹಾಕೋಣ ಎತ್ತರ ಟೇಸ್ಟ್ ಉಂಟು ಬರೋ ಇದು ಹೆಂಗೆ ಹಾಕ್ರಿ ನೋಕ ದೂರ ನಾನು 1 ಕಿಲೋ ಕೋಳಿ ಇಡ್ತಾರೆ. ಕೋಳಿ ಚಂದ ಕಲ್ಗಿತ್ತು ಕ್ಲೀನ್ ಹಾಕಿ ತೆಡ್ಕೊರು. ಮೊದಲು പിന്നെ ಇದಕ್ಕೆ 1 ടേബിൾ സ്പൂൺ അത്തര മുളക് പൊടി, ഇത് കാശ്മീർ മുളക് പൊടി. പിന്നെ 1/4 ടേബിൾ സ്പൂണ് കൊത്തമ്പരി പൊടി പൗഡർ, പിന്നെ 1 ടീസ്പൂണ് ജീരക പൗഡർ, പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല പൊടി, പിന്നെ 1 ടീസ്പൂണ് പെപ്പർ പൊടി, പിന്നെ ഇത് കറിച്ചൊപ്പ് ചെറിയ ചെറിയ പീസാക്കി എടുക്കും ഇങ്ങനെ കറിച്ചൊപ്പ്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഫുൾ എടുക്കും കോൺഫ്ലോർ, പിന്നെ 1 ടേബിൾ സ്പൂണ് മൈദ, പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, പിന്നെ ഇതിಗೆ ಬೇನ್ಮಾಯತ್ತರ ಉಪ್ಪು. ಇದೆಲ್ಲ ಇಟ್ಟು നല്ല ಮಿಕ್ಸ್ ಹಾಕೋರು. ಮಸಾಲೆಲ್ಲ ಕೋಲಿಯಲ್ಲಿ നല്ല പിടിക്കട്ടെ, അങ്ങനെ നല്ല ಮಿಕ್ಸ್ ಹಾಕೋರು. അതിൽ പിന്നെ ഇതിക്ക് 1/4 ടീസ്പൂൺ അത്ര മഞ്ഞളുടെ പൊടിയും, പിന്നെ 1 ലിംബെ 1 മീഡിയം സൈസ് ലിംബെ തന്നെ എടുത്ത് വീച്ചിരാം. ഇത് വീത്തി താനും എല്ലാം ഒന്ന് ചന്ത ഒപ്പസർക്ക് അങ്ങനെ നല്ല മിക്സ് ആക്കോളൂ. ഇതിപ്പം മുച്ചിട്ട് 1/2 ಗಂಟೆ ಹಂಗೆ ಇದು ರೆಸ್ಟಿಗೆ ವೈಕೋರು. ನನಿಯಟ್ಟು ಕೋಳಿ ಮಸಾಲೆ ಎಲ್ಲ നല്ല പിടിക്കട്ടെ. 1/2 ಗಂಟೆ ವೈಕೋರು ടൈമിങ്. അതിൽ പിന്നെ ഇത് എടുത്തിട്ട് ഇതിക്ക് 1 കപ്പ് അത്ര എണ്ണ വീത്തിര. ഇതിക്ക് 1 2 നീർಲಿ മീഡിയം സൈസിലെ നീരിൽ എടുത്തിട്ട് ഇങ്ങനെ സപ്പോർത്തെ പീസ് ആക്കോರು. ഇതിലിപ്പോൾ 1 ഗോൾഡൻ കളർ ಬಂದೋಡ್ತಲ್ಲಿ ಫ್ರೈ ಹಾಕೋ. ಇದು ನೀರ್ಲಿ ಎಂದಕ್ಕೆ ಚಂದಿಗೆ ಉಂಡಲೆ ನಂಗೆ ಚೋರ್ಗೆ ಬೇನವರು ನೀರ್ಲಿ. ಇತ್ತರ ಕಲರ್ ಆಯಂಗೆ ಮೇಯವು. ഇപ്പോൾ ഇതിൽ എടുക്കോರು എടുത്തത് ഇപ്പോൾ എടുത്തിക്കിട്ട ഇതിലെല്ലാം എടുത്തത്. ഇവരെല്ലാം എടുത്തിട്ട് എടുത്തിക്കിട്ട് വേയിച്ചിര. ഈ എണ്ണയിൽ ഇന്ന് നീരിൽ എല്ലാം എടുക്കോರು, ഏതും ബാക്കി ആക്കണ്ട നീരിൽ എല്ലാം എടുക്കോರು. ഇപ്പോൾ ഇതേ എണ്ണയിൽ ഞങ്ങൾ കോഴി ഫ്രൈ ആക്കി കഴിത്ത്. ഇപ്പോൾ കോഴിയെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കോഴിയെല്ലാം വെച്ചിട്ട് ഫസ്റ്റ് 1 മീഡിയം തീയിൽ ഇത് ഫ്രൈ ആക്കോರು. അതിൽ പിന്നെ 1 സൈഡ് കാഞ്ഞാൽ പിന്നെ ഇങ്ങനെ ടർണാക്കി കൊടുക്കോರು. അതിൽ പിന്നെ ഇങ്ങനെ നല്ല ടർണാക്കിയാൽ പിന്നെ 1 ചെറിയ തീയിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കോರು. തിരിച്ചിട്ട് മറിച്ചിട്ടിട്ട് കോഴി കായ്ക്കോರು. കോഴി നല്ല ಬೇവിಟ್ಟು ഉൾക്കെല്ലാം നല്ല ಬೇವನല്ലേ നല്ല ഫ്രൈ ആക്കോರು കോഴി. ഇതെല്ലാം കാച്ചിട്ട് എടുത്തിര കോഴി. ഇപ്പോൾ ഇതേ എണ്ണയ്ക്ക് വാಪസ് ഉലിഞ്ഞ കോഴിയെല്ലാം ഇട്ടിട്ട് വാಪസ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇതെല്ലാം ഫ്രൈ ആക്കി എടുത്തിര കോഴി. പിന്നെ ഇപ്പോൾ അതിവിടെ 3 കപ്പ് അത്ര അരി എടുത്തിര. ഇതിവിടെ ನಾನು ಜೀರಾ ರೈಸ್ ಅರಿ എടുത്തിര. ഇപ്പോൾ ಜೀರಾ ರೈಸ್ ಅರಿರ ಬದಲ್ಕೊಂಡಲ್ಲ നിങ്ങൾക്ക് ಬಾಸ್ಮತಿ ಅರಿ എടുക്കുക. അയെങ്കിൽ ഏറെല്ലാം നല്ല ടേസ്റ്റ് ಅವರು ചോറ്. ഇതിരിപ്പുണ്ടല്ലേ ചന്ത കൽಗಿತ್ತು. ಇದು ನೆನೆಯೋಕೆ ಬೇಕಾ 15 ನಿಮಿಷ ಹಿಂಗೆ ನೆನೆಯೋಕೆ ಬೇಕೋರು. ಚಂದ ಕಲ್ಗಿತ್ತಿದ್ದು ಇಪ್ಪ ನೆನೆಯೋ ಬೇಯಿಸಿರ. ಇದರಲ್ಲಿ 4 ടേബിൾ സ്പൂൺ അത്ര നെയ്യ് ഇടോರು. അതിൽ പിന്നെ 3 പീസ് അത്ര കെത്ത, 3 എൽത്തരി, പിന്നെ 4-5 ലവംഗ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്. ഇതെല്ലാം ഇടുമ്പോൾ കൊണ്ടല്ലേ ചെറിയ തീയിലാക്കോರು. ഇതിൽ തെല്ല് പച്ചമണ പോണ്ടോടത്തോളം തെല്ലിനര ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഫ്രൈ ആക്കോರು. അതിൽ പിന്നെ 1 മുഷ്ടി അത്ര കൊത്തമ്പരി ചൊപ്പ്, പിന്നെ
ಪುದೀನ ಸೊಪ್ಪು ಒಂದು 2 ಟೇಬಲ್ ಸ್ಪೂನ್ ಇಟ್ಟರೆ ನಿಂಗೆ ವೇನೆಂತೆಲ್ಲಿ ಯಾರು ಇಷ್ಟಿಂದಂಗೆ ಯಾರು ಇಡೋರು ಇದ್ರ ಮನೆಯಲ್ಲ ಇಷ್ಟಿಂದಂಗೆ ಇದ್ರ അങ്ങനെ ഒരു തെല്ലുനേരം ഇങ്ങനെ തെല്ലുനേരം ഫ്രീ ആക്കോರು അതിൽ പിന്നെ ഇത് തണ്ണി വീത്തോರು തണ്ണി ದೂರ ನಾನು ಉಂಡಲ್ಲಿ 5 ಕಪ್ ತಣ್ಣಿ ಇರ್ತಾರೆ 3 ಕಪ್ ಅರಿಗೆ 5 ಕಪ್ ತಣ್ಣಿ ಇರ್ತಾರೆ ನಾನು ಇದು ಕರೆಕ್ಟ್ ನಾ ಇರ್ತೆ ಮೆಜರ್ അതിൽ പിന്നെ ഇത് ടേസ്റ്റിಗೆ ಬೇನ್ ಮಾತ್ರ ಉಪ್ಪಿಡೋರು അതിപ്പോൾ നല്ല പൈക്കെട്ട് തണ്ണി പൈച്ചാൽ പിന്നെ ഞങ്ങൾ ആറിയിട്ടെങ്കിൽ ഇത്ത് ഇപ്പം അരി ഉണ്ടല്ലേ ഒരു അരപ്പ എടുത്തിട്ട് തണ്ണിയെല്ലാം ഊറ്റിത്തിടോರು തണ്ണി എന്തും മിക്കണ്ട അരിയിൽ തണ്ണിയെല്ലാം ഊറ്റിട്ട് അരിയിടോರು തണ്ണിയുടെ ബസ് എന്തിക്കോ തീര തണ്ണിയെല്ലാം ഊറ്റിത്തിടോರು പിന്നെ ഇട്ടിട്ടുണ്ടല്ലേ ഇത് തെല്ല് മിക്സ് ആക്കോರು അതിൽ പിന്നെ ഉണ്ടല്ലോ ഒരു തെല്ല് ഉപ്പ് നോക്കോರು ഉപ്പെല്ലാം ടേസ്റ്റ് നോക്കോರು തെല്ല് കോരടി നിಂಬೆಹಣ್ಣು ഒരു തെല്ല് ഉപ്പിടೋರು ഇതിപ്പുണ്ടല്ലേ ഒരു 5 നിമിഷം മീഡിയം തീയിൽ വേവിട്ടു ഒരു 5 നിമിഷം വേവിട്ടു അതിൽ പിന്നെ ഒരു തെല്ല് തണ്ണിയെല്ലാം വറ്റുമുണ്ടല്ലോ അൽക്ക വത്തണ്ട ഒരു തെല്ല് തണ്ണി ആരെയും പറമ്പത്തേക്ക് എടുത്തിട്ട് ഒപ്പസർക്ക് ഇങ്ങനെ തെല്ല് ഇങ്ങനെ എല്ലാം മിക്സ് ആക്കോರು അതിൽ പിന്നെ ഇത് മുച്ചിട്ട് ഈ തണ്ണിയെല്ലാം കംപ്ലീറ്റ് വത്തണു ചെറിയ തീയിലെ വേവിക്കോರು ഇത് മുച്ചിട്ടുണ്ടല്ലോ ഗ്യാപ്പിൻ്റെ കൊണ്ടല്ലേ ഇത് എൽത്തരിയ ഇല്ലെങ്കിൽ അരാമ്പ എന്തെങ്കിലും വെച്ചിട്ട് ഗ്യാപ്പ് ബന്ധാക്കോರು ദൂരെ ನಾ ಎಲ್ತರಿ വെച്ചോണ്ടില്ല ഇതൊരു 8 നിമിഷം വേവിട്ടു ചെറിയ തീയിൽ ഒരു കോഴി ഇത് ചോറ് വേവൊരു ಅಂದಾಜು ಅತ್ತರಿಗೆ ನಂಗೆ ದೂರ ಪಾದಿ ಕಪ್ ಹತ್ತರ ಮೊಸರು ಇರ್ತಾರೆ ಇದಕ್ಕೆ 1 ಟೇಬಲ್ ಸ್ಪೂನು നെയ്യ് ഇടുற പിന്നെ ഒരു തെല്ല് കൊത്തമ്പരി ചപ്പും പിന്നെ ഒരു തെല്ല് പുതിന ചപ്പും പിന്നെ ഒരു പാതി ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ഒരു പാതി ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു തെല്ല് മഞ്ഞളുടെ പൊടി പിന്നെ ഒരു പാതി ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി ഇങ്ങനെ ചപ്പിത്തിടോರು ഇന്നെല്ലാം പൊടി ഇട്ടെങ്കിൽ മാವು ಇದಕ್ಕೆ ಟೇಸ್ಟಿಗೆ ಬೇನ್ ಮಾತ್ರ ಉಪ್ಪಿಡೋರು ಅದು ಮಿಕ್ಸ್ ಹಾಕಿದ್ರೆ ಈ ವಿಡಿಯೋ ಸ್ಕಿಪ್ ಆಯ್ತು ಎಲ್ಲ ಇಟ್ಟು ತಂದು ಇങ്ങനെ ಮಿಕ್ಸ್ ಹಾಕೋರು ഇത് നമുക്ക് ചോറ് കിടക്ക് വേണം ഇത് നല്ല ടേസ്റ്റ് ആവും ഇത് ചോറ് കിട്ടെങ്കിൽ ഇവിടെ നോക്കണം ഞങ്ങൾ ചോറും റെഡി ആയിത്ത് ചോറെല്ലാം വെന്തറ് നോക്കിറാറല്ലേ ഇപ്പം ഇದ್ರೆ പാതി ചോറ് എടുത്തിട്ട് ഒരു പ്ലേറ്റിಗೆ ഇಟ್ಟರೆ പാതി ചോറ് എടുക്കോರು ಎಲ್ಲ ചോറ് എടുക്കണ്ട പാതി എടുത്തിട്ട് ഒരു പ്ലേറ്റിಗೆ ഇടೋರು പിന്നെ പാതി ചോറ് ഇതിലേക്കിട്ട് ഇപ്പം ഞങ്ങൾ ആക്കി വെച്ച ಮೊಸರು ഇതുണ്ടല്ലേ ഇതെല്ലാം ഇങ്ങനെ ബീത്തോറ് ഇടി ഇങ്ങനെ തെല്ല് സ്പ്രെഡാക്കി കൊടുക്കോರು ബീത്തിട്ട് നല്ല പുളിൻ്റെ ಮೊಸರು എടുക്കോರು നല്ല ടേസ്റ്റ് ആവും ഇത് ഇട്ടെങ്കിൽ തിന്നോകല്ല നല്ല ಅವ್ರು ഞങ്ങൾക്ക് ചോറ് ഉണ്ണുമ്പത്തേക്ക് ഇದ್ರೆ ഇത് ಗೊಂತವ್ರೆ അതിൽ പിന്നെ ಇದಕ್ಕೆ ഞങ്ങൾ കാച്ചി വെച്ച നീരുള്ളി ഉണ്ടല്ലോ അതെല്ലാം തെല്ല് കയ്യിൽ ഇങ്ങനെ ക്രഷ് ആക്കിയിട്ട് പൊടിച്ചിട്ടിടೋರು എന്നിട്ട് പിന്നെ വാಪസ് ഞങ്ങൾ വെച്ച ചോറുണ്ടല്ലോ അത് വാಪಸ್ಸಲ್ಲಿ ഇങ്ങനെ ഇട്ട് കൊടുക്കോರು ಗೊತ್ತೈತಲ್ಲ ನಿಂಗೆ നല്ല ടേസ്റ്റ് ആവും ഇതിങ്ങനെ ആക്കിയെങ്കിൽ ഇതിരിപ്പുണ്ടല്ലേ മുച്ചിട്ട് ഒരു 3-4 നിമിഷമേ ആവും ചെറിയ തീയിൽ വാಪസ് ദമ്മിൽ വേവിക്കോರು തീ മാത്രം ചെറിയ തീയിൽ വേവിക്കോರು നോക്കോರು റെഡി ആയിട്ട് ഞങ്ങൾ ചോറ് നല്ല കളർ പണ്ട് നോക്കിയാറല്ലേ നല്ല മണമുണ്ട് നല്ല കളറുമുണ്ട് ചോറ് ഇപ്പം ഒരു ബൗൾ എടുത്തിട്ട് ഞങ്ങൾ കാച്ചി വെച്ച കോഴി ഉണ്ടല്ലേ അതെല്ലാം ഇട്ട് കൊടുക്കോರು അതിൽ പിന്നെ ഇത് ഒരു തെല്ല് കരച്ചൊപ്പിടೋರು ഇത് ഇങ്ങനെ ಹಾಕೋನುಂಟಿಲ್ಲ ಬೇನ್ಮ ಹಿಂಗೆ ಹಾಕೋರು ಹಾಕ್ಯಂಗೆ ಚಂದ ಕಾಣುಂಟು അതിൽ പിന്നെ ഞങ്ങൾ ചോറെല്ലാം ഇടೋರು ವಾಪಸ್ ഇದ್ರ മേൽക്ക് എന്താ ഇട്ടിട്ടെല്ലാം ഇങ്ങനെ ഇതാക്കോರು ಇದಕ್ಕೆ ഒരു പ്ലേറ്റ് വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ ടർണാക്കി കൊടുക്കോರು നോക്കിയാലല്ലേ ഇത്ര ചന്ത കണ്ട് ഇങ്ങനെ ಹಾಕೋನುಂಟಿಲ್ಲ ചോറിൻ്റെ മേൽಗೆ ನಿಂಗೆ ಕೋಳಿ ಬೇಯಿಸಿ ತುಣ್ಣ ഇങ്ങനെ ಹಾಕ್ಯಂಗೋರು ನೋಕೋರು ಚಂದ ಅಂತ ಅತ್ತರಮೇ നല്ല ടേസ്റ്റ് ആവും ഇത് എന്തായെങ്കിലും നിങ്ങൾ ട്രൈ ആക്കോರು ട്രൈ ആക്കിയിട്ടുണ്ടല്ലോ എനിക്ക് കമൻറ്റ് ആക്കി ചൊല്ലറ അത്ര ടേസ്റ്റ് ആവും അങ്ങനെ മീൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കോರು
ബെല്ലൈക്കൺ പ്രസ് ആക്കോರು. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കോರು. നിങ്ങൾ ഫ്രണ്ട്സിಗೆ റിലേറ്റീವ್ಗೆ എല്ലാവർക്കും ഷെയർ ആക്കോರು. ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കിട്ടും. ഓക്കെ ബൈ.